ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മാർഷൽ ആർട്ട് സീസൺ 2 എപ്പിസോഡ് 4 ആണ്. ഈ ഒരു എപ്പിസോഡ് തൊട്ട് ഡിവൈൻ വിഷണറി സെലക്ഷൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിലൊന്നും അധികം ബോർഡി കാണില്ല. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ അതിനകത്തുള്ള ആക്ഷൻ സീക്വൻസും അതിനകത്തുള്ള സ്റ്റോറിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കാര്യം ഈ വീഡിയോയിൽ അത്യാവശ്യമുള്ള കോമഡി അതിനകത്തുള്ള ആക്ഷൻ സീക്വൻസും കാണുന്നതാണ്. ഈ ഒരു എപ്പിസോഡ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ എപ്പിസോഡ്സും നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. സോ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മാർഷൽ ആർട്ട് സീസൺ 2 എപ്പിസോഡ് 4. ഫസ്റ്റ് എക്സാം സർവൈവൽ എക്സാം ആണ്. അപ്പോൾ സർവൈവൽ എക്സാം എന്താണെന്ന് വെച്ചാൽ ഒരു ബലൂൺ കാണും. ആ ബലൂണിൻ്റെ അകത്ത് ഒരു കീ കാണും. ആ കീ മാജിക് യൂസ് ചെയ്തുകൊണ്ട് ആ ബലൂൺ പൊട്ടിയതിനു ശേഷം ആ ഒരു കീ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ലൈവായിട്ട് ഈ അരേനയിലുള്ള എല്ലാവർക്കും ലൈവായിട്ട് കാണിക്കും. ഈ ഒരു എക്സാമിന് ആകെ പേടിയായിട്ടുള്ള ഒരേ ഒരു പാർട്ടിസിപ്പൻ്റേ ഉള്ളൂ, അത് ഫിന്ന. ആ ഒരു കീ എടുക്കുന്നതിന് ആ ഒരു കീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 3 മോൺസ്റ്റേഴ്സ് ആണ്. ആ 3 മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു കോയിൻ എടുക്കുക. അല്ലെങ്കിൽ ആ മോൺസ്റ്റേഴ്സിനെ കാണാതെ വേണം ആ ഒരു കീ എടുക്കാൻ വേണ്ടി. ഫസ്റ്റ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് വേറെ വേറെ സ്ഥലത്തോട്ട് ആക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിനുള്ള എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബലൂൺ കണ്ടുപിടിച്ചിട്ട് ആ ഒരു താക്കോൽ എടുക്കുക. ഇത്രയും സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ആ മോൺസ്റ്ററിന് മുമ്പിൽ മാജിക് യൂസ് ചെയ്യുകയാണ്. അപ്പോഴാണ് ആ ആങ്കർ ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ മോൺസ്റ്റേഴ്സ് എല്ലാം മാജിക്കിൽ നിന്നും ഇമ്മ്യൂൺ ആയിട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ മാജിക് കൊണ്ട് മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ മോൺസ്റ്റേഴ്സിന്റെ ആ ഒരു ആക്സ് നമ്മുടെ ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ നമ്മൾ ആ ടെസ്റ്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആയിട്ട് തിരിച്ച് നമ്മൾ ആ അരേനെ തന്നെ പോകുന്നതായിരിക്കും എന്ന് ആ ജഡ്ജ് ഇപ്പോഴാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ആക്സ് കൊണ്ട ഭാഗത്ത് ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഒരു മുറിവും കാണില്ല. ആ മോൺസ്റ്ററിന്റെ കണ്ണിൽ പെടാനും പാടില്ല. നമ്മൾ മാജിക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒന്നും വരുത്താനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ സമയം ബുദ്ധി ഉപയോഗിച്ചും അതുപോലെ തന്നെ ആ ഒരു ബലൂൺ കണ്ടുപിടിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ക്ലൂ കാണും. ആ ക്ലൂ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മോൺസ്റ്ററിന്റെ കണ്ണിൽ പെടാതെ ആ ഒരു ബലൂൺ കണ്ടുപിടിച്ച് താക്കോലെടുക്കാം എന്ന് ലാൻസും ബാരറ്റും ആലോചിക്കുകയാണ്. പക്ഷെ മാജിക് യൂസ് ചെയ്ത് എങ്ങനെ ആ മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് ഒരുത്തൻ ഡൗട്ട് ചോദിക്കുകയാണ്. ഇറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ആ ആങ്കർ പറയുകയാണ്, ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നിങ്ങൾ ഓടുക. ആ മോൺസ്റ്ററിന്റെ കൺമുമ്പിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഓടുക ജീവനും കൊണ്ട്. എന്ത് വൃത്തികെട്ട എക്സാം ആണ് ഇത്. ഡിവൈൻ വിഷണറി സെലക്ഷൻ എക്സാം ഇത്രയും ചീപ്പായിരുന്നോ എന്ന് ബാരറ്റോന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. പക്ഷേ ഡിവൈൻ വിഷണറി സെലക്ഷൻ എക്സാമിലെ കാൻഡിഡേറ്റ്സ് അത്ര പോരാ. കഴിഞ്ഞ വർഷം റെയ്നെയിംസ് ഉണ്ടായിരുന്നു, പക്ഷെ അവന്റെ ടോപ്പ് നോച്ച് എത്തുന്ന ഒരുത്തനും ഇവിടെ ഇല്ലല്ലോ എന്ന് ആ ഓഡിയൻസ് പറയുകയാണ്. അവർ പറഞ്ഞു തീർന്നില്ല. അതിനിടയ്ക്ക് തന്നെ മാഷിൽ അവന്റെ കൈ കൊണ്ട് അവന്റെ ഓൺ സ്ട്രെങ്ത് കൊണ്ട് ഒരു മോൺസ്റ്ററിന്റെ വയറ് ഇടിക്കുകയാണ്. ഇവനാറ മോൺസ്റ്ററിനെ കാണുമ്പോഴേ ഓടയില്ലേ ചെയ്യേണ്ട, ഇവ ഇടിച്ചല്ലോ, ഇവൻ എത്രയും സ്ട്രോങ്ങർ ആണെന്ന് ആ ഓഡിയൻസ് എല്ലാവരും ആലോചിക്കുകയാണ്. അപ്പോഴാണ് ആ ആങ്കർ വേറൊരു കാര്യം കൂടെ പറയുന്നത്, ആ ഒരു മോൺസ്റ്റർ ഒരു ഒറിജിനൽ ബീയിങ് അല്ല, അതുകൊണ്ട് തന്നെ അതിന് എത്ര ഡാമേജ് കിട്ടിയാലും അത് തളർന്ന് വീഴാറില്ല. ക്വിക്ലി അത് ഹീലാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് വെച്ചും ആ ഒരു മോൺസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് കേട്ട മാഷിൽ അവന്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷെ അവൻ ഓടും തോറും അവൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. മാഷിൽ ചെറുതാവുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു സ്റ്റുഡന്റ് ഹെൽപ്പ് ചെയ്തതാണ്. ആ മോൺസ്റ്ററിന് നേരെ കണ്ണ് കണ്ടുകൂടാ. ആ മോൺസ്റ്റർ ആ ശബ്ദം വെച്ചാണ് എല്ലാവരും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടെല്ലാം ചെയ്യാന്ന് പറയുകയാണ് ആ സ്റ്റുഡന്റ്. എന്റെ മാജിക് പവർ എന്താന്ന് വെച്ചാൽ എല്ലാ ഒബ്ജക്ട്സിനെയും ചെറുതാക്കാൻ പറ്റും, അതാണ് എന്റെ മാജിക് പവർ. പക്ഷെ മാഷിലിന് ഒന്നും മനസ്സിലാവുന്നില്ല അവൻ പറയുന്നത് എന്താണ്. ഇതൊരു എക്സാം ആണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ കീ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് ആ ഒരു സ്റ്റുഡന്റ് പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് ടീം സപ്പോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറയുകയാണ് ആ ഒരു സ്റ്റുഡന്റ്. ഈ ഒരു മോൺസ്റ്ററിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു ബലൂൺ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. കാര്യം ഈ ഒരു മോൺസ്റ്റർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ബലൂണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോൺസ്റ്ററിനെ ഫോളോ എന്ന് പറയണം. പക്ഷെ മാഷലിന് ഓവർ ഇൻഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ അവന്റെ തലയിലൊന്നും കയറുന്നില്ല, അവനൊന്നും മനസ്സിലാവുന്നില്ല. ബലൂൺ എവിടാന്ന് പറഞ്ഞിട്ട് ബാരറ്റ് വലിച്ച് ശബ്ദം ഉണ്ടാക്കിയാണ്. ആ ശബ്ദം കേട്ട് അവനെ ഒരു മോൺസ്റ്റർ ഓട്ടിക്കുകയാണ്. പിന്നെ പേടിച്ച് ഒരു സ്ഥലത്ത് മറഞ്ഞിരിക്കുകയാണ്. ലാൻസ് ആ മോൺസ്റ്ററിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മൂവ്മെന്റ് എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ഇങ്ങനെ മാഷിലും ആ സ്റ്റുഡന്റും ആ ഒരു മോൺസ്റ്ററിനെ ഫോളോ ചെയ്ത് അവസാനം അവൻ ആ ബലൂൺ കണ്ടുപിടിക്കും. പക്ഷെ ആ ബലൂണിന് താഴെ ഒരു പില്ലർ വെച്ചിട്ടുണ്ട്. അല്ല, എന്തിനാ ആ ബലൂണിന്റെ താഴെ പില്ലർ വെച്ചിരിക്കുന്നതെന്ന് ആ ഒരു സ്റ്റുഡന്റ് ആലോചിക്കുകയാണ്. പക്ഷെ മാഷിൽ പോയിട്ട് ആ ബലൂൺ തൊടുകയാണ്. അപ്പൊ തന്നെ അവിടെ ഒരു വലിയ സൗണ്ട് ഉണ്ടാവുകയാണ്. അപ്പൊ അവരെ ആ മോൺസ്റ്റേഴ്സ് അവർ രണ്ടേ ഓട്ടിക്കുകയാണ്. ആ ഒരു ബലൂണിനെ തൊടുമ്പോൾ തന്നെ ശബ്ദം ഉണ്ടാവുകയാണ്. അപ്പം ബലൂണിനെ തൊടാതെ വേണം ആ ബലൂണിനെ പോകാൻ വേണ്ടി അവനെ കൂടെ നിൽക്കുന്ന അവൻ പറയുകയാണ്. അതുകൊണ്ട് തൊട്ടടുത്ത പ്രാവശ്യം മാഷിലും അവർ മാജിക് യൂസ് ചെയ്ത് ആ ബലൂൺ എടുത്ത് പോവുകയാണ്. പക്ഷെ മാഷിൽ ഓടി പോയിട്ട് ആ ബലൂൺ തൊടുകയാണ്. അപ്പൊ തന്നെ വീണ്ടും ആ ഹോൺ ശബ്ദം കേൾക്കുകയാണ്. അല്ല, ആ പില്ലർ ചവിട്ടി പൊട്ടിക്കുകയാണെങ്കിൽ ആ ബലൂൺ താഴെ വീണ് പൊട്ടില്ലേ. അപ്പം എന്തായാലും ആ ഒരു കീ ഫ്ലോട്ട് ചെയ്യായിരിക്കും എയറിൽ എന്നും പറഞ്ഞ് അവര് ആ പില്ലർ പൊളിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ടും ആ ബലൂൺ എയറിൽ ഫ്ലോട്ട് ചെയ്യുകയാണ്. എന്റെ മാജിക് കൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കാൻ മാത്രമേ പറ്റുള്ളൂ, അതുപോലെ ചെറുതാക്കാനും പറ്റും. ഇതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ അവ ആലോചിക്കുകയാണ്. ആദ്യ പൊളിഞ്ഞ പില്ലർ കണ്ടിട്ട് മാഷിന് ഒരു ഐഡിയ കിട്ടുകയാണ്. തൊട്ടടുത്ത സീനിൽ മാഷിൽ അവന്റെ ഐഡിയ ആ ഒരു സ്റ്റുഡന്റ് അടുത്ത് പറയുകയും പിന്നെ ആ സ്റ്റുഡന്റ് ആ ഒരു ബലൂൺ വലുതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന
വന്ന ലൈവ് ഓഡിയൻസ് പറയുകയാണ് ഇവനെന്താ പൊട്ടനാണോ ആ ബലൂൺ വലുതാക്കാൻ വേണ്ടി. ആ ബലൂൺ വലുതാക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ പൊട്ടിക്കുന്നു, ഒന്നത് ചെറുതായിരിക്കുമ്പോഴേ പൊട്ടിക്കാൻ പാടാണ്, പിന്നെ ഇവൻ ഇതിനെ പൊട്ടിക്കുന്നു ഓഡിയൻസ് എല്ലാം പറയുകയാണ്. ഓഡിയൻസ് ഇതിനെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാഷിൽ അവൻ വർക്കൗട്ട് ഡ്രസ്സിൽ വാമപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നടന്നു വരുന്നത്. അല്ല ഇവൻ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് ഓഡിയൻസിലെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാഷിൽ ആ ബലൂൺ താഴെ പോയിട്ട് അവന്റെ രണ്ട് കാലം വെച്ച് സ്പീഡ് സ്പിൻ ചെയ്തിട്ട് ആ ബലൂണിന്റെ എയർ പ്രഷർ കൂട്ടുകയാണ്. ഇവിടെ ഒരു ഉപയോഗിച്ചത് സിമ്പിൾ ഫിസിക്സ് ആണ്. എന്താന്ന് വെച്ചാൽ ആ ബലൂൺ ഇപ്പൊ വലുതായിരിക്കുന്നത് കൊണ്ട് തന്നെ മാസ് കൂടുതലാണ്. അപ്പൊ കുറച്ച് എയർ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ബലൂൺ എന്തായാലും പൊട്ടുന്നതായിരിക്കും. അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത പോലെ തന്നെ മാഷിൽ അവന് രണ്ട് കാലം വെച്ച് സ്പീഡിൽ സ്പിൻ ചെയ്ത് കൊണ്ട് തന്നെ എയർ കൂടിയിട്ട് ആ ബലൂൺ പൊട്ടുകയാണ്. അതിന് മാഷിൽ ആ കീ കൈക്കലാക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും നെട്ടുകയാണ്, ഇവൻ ഇത്രയും ബുദ്ധിയുണ്ടോ പറഞ്ഞിട്ട്. ആ ഒരു കീ എടുത്തതിനു ശേഷം ആ മോൺസ്റ്റേഴ്സ് ഇവർ രണ്ടുപേരും ഓട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു മോൺസ്റ്റർ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ലാൻസ് അവന്റെ ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്തിട്ട് ആ പില്ലർ മാറ്റിയിട്ട് അവന്റെ ഗ്രാവിറ്റി യൂസ് ചെയ്ത് ആ ബലൂണിലെ എയർ കൂട്ടിയിട്ട് കീ എടുക്കുകയാണ്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും അവരവരെ മാജിക് യൂസ് ചെയ്തിട്ട് ആ ഒരു ബലൂണിലത്തെ ഒരു കീ എടുക്കുകയാണ്. പക്ഷെ ഫിന്ന് മാത്രം കീ ഇതുവരെ എടുത്തിട്ടില്ല. അവൻ പേടിച്ചിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഫിന്നെ ഒരാൾ ഹേന്ന് വിളിക്കുകയാണ്. പക്ഷെ ഫിന്ന് പെട്ടെന്ന് പേടിക്കുകയാണ്. എന്നെ കൊല്ലല്ലേ, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് ഫിന്ന് പറയുന്നത്. അപ്പോഴാണ് അവിടെ വന്ന് ആരെന്ന് കാണിക്കുന്നത്. വേറെ ആരല്ല, ബാരറ്റിനോട് വന്നത്. നീ ഇതൊരു കീ എടുത്തില്ലേ, വാ നിന്റെ കീ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറയാണ് ബാരറ്റ്. ഫിന്ന് ബാരറ്റിനെ നോക്കുമ്പോഴാണ് ബാരറ്റിന്റെ തല പൊട്ടിയിട്ട് രക്തം വരുന്നത്. ഇത് കണ്ട് ഫിന്നൊരു പേടിച്ച് പോവുകയാണ്. ഇന്ന് ഈ ഒരു കീ നീ എടുത്തോ പറഞ്ഞിട്ട് മാച്ചിൽ ആ ഒരു കീ അവന് കൊടുക്കണം. പക്ഷെ അവനും ആ ഒരു കീ വാങ്ങിക്കുന്നില്ല. ഈ ഒരു കീ നീ എടുത്തു, ഇത് നിനക്ക് അർഹതപ്പെട്ട കീ ആണെന്ന് പറയാണ് അവൻ. റെയിൻ ഹെയിംസത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണി ഹെൽപ്പ് ചെയ്യണം, നീ ഒരു നല്ല ചെറുക്കനാണെന്നൊക്കെ, അതുകൊണ്ടാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അവൻ ആ കീ അവനടുത്ത് കൊടുക്കണം. മാച്ചിലെ ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കീ വാങ്ങിച്ചോണ്ട് പോവുകയാണ്. മാച്ചിൽ പോയോടെ തന്നെ അവനെ പിറകെ ഒരാൾ അറ്റാക്ക് ചെയ്യാണ്. അത് ആർക്കഡോമിലത്തെ ഒരു സ്റ്റുഡന്റ് ആണ് അവൻ അറ്റാക്ക് ചെയ്തത്. അവന്റെ കണ്ണിലാണ് ആ ആർക്കഡോമിലത്തെ അവൻ അറ്റാക്ക് ചെയ്തത്. അപ്പൊ അവന്റെ മനസ്സിലാവൻ പറയാണ്, റെയിൻ ഒരു സീനിയർ എന്ന നിലയ്ക്ക് ഞാൻ അവനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവനാണ് എന്റെ അടുത്ത പോണെന്ന് അവൻ മനസ്സിൽ ആലോചിക്കുകയാണ്. അവന്ന് കട്ട് ചെയ്ത കീ എടുത്ത് എല്ലാവരും ആ അരയിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക മാച്ചിൽ അവന്റെ കീയും കൊണ്ട് മാസമായിട്ട് ആ അരയിലോട്ട് തിരിച്ചു വരികയാണ്. മാച്ചിലോട് വരുമ്പോൾ ബാരറ്റിനെയും ഫിന്നിനെയും കാണുകയാണ്. അപ്പൊ ബാരറ്റ് പറയാണ് അവനുള്ള കീ കൊണ്ട് ചേർത്ത് എടുത്തു കൊടുത്തു, അതുകൊണ്ട് തന്നെ തലയത്തെ മുറിവ് വീണ്ടും കൂടി എന്ന് പറയാണ് ബാരറ്റ്. എല്ലാവരും വന്നു, പക്ഷെ മാച്ചിൽ ഹെൽപ്പ് ചെയ്ത് അവൻ മാത്രം അവിടെ വന്നില്ല. അപ്പൊ മാച്ചിലോട് ഒന്ന് തിരക്കാണ്, അവൻ എന്താ അവിടെ വരത്തെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് പ്ലെയറോട് അവിടെ നിന്ന് വരുന്ന ആ ഡോർ തുറന്നിട്ട് ആ ആങ്കർ അനൗൺസ് ചെയ്യണത് ലാസ്റ്റ് പ്ലെയർ ഓഫ് ദ ഡിവൈൻ മിഷണറി സെലക്ഷൻ എക്സാം ദോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് മാച്ചിൽ ഹെൽപ്പ് ചെയ്ത് അവനാണ് വന്നിട്ടുള്ളത്. ഡോർ തുറന്ന് അവൻ 2 സ്റ്റെപ്പ് മുമ്പിലോട്ട് വന്നപ്പോൾ തന്നെ അവൻ ബോധം കെട്ടി വീഴുകയാണ്. അവൻ്റെ ദേഹത്ത് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. അപ്പോഴാണ് അവനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് പിറകിൽ വേറൊരു പ്ലെയർ നടന്നു വരുന്നത്. അവന്റെ പേര് കാപ്രിക്കോ എന്നാണ്. അപ്പൊ കാപ്രിക്കോ സെലക്ട് ആവുന്നുണ്ട്. ആ ഇഞ്ചുറി പ്ലെയർ ഡിസ്ക്വാളിഫൈ ആവുന്നുണ്ട്. ആങ്കർ കാപ്രിക്കോട് ചോദിക്കുന്നുണ്ട്, അവന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് രക്തം വരുന്നുണ്ടല്ലോ, നീ അത്രയ്ക്ക് ഡിഫീറ്റ് ചെയ്യണം, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം ആങ്കർ. അപ്പം ആ കാപ്രിക്കോന് റിപ്ലൈമെന്റ് കൊടുക്കുന്നത് വീക്ക്ലിങ്സിനെ ഫൈറ്റ് ചെയ്യാൻ ഒരു ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ വീക്കായ പ്ലേയേഴ്സിനെ കൊല്ലുകയാണെങ്കിൽ പോലും ഇവിടെ ചോദിക്കാൻ ആരും വരാൻ പാടില്ല എന്ന് കാപ്രിക്കോ പറയുകയാണ്. അതിനുശേഷം കാപ്രിക്കോ നടന്നതിന് ശേഷം അവൻ ഡിഫീറ്റ് ചെയ്ത ഒരു പ്ലെയറിന്റെ ദേഹത്ത് ചവിട്ടിക്കൊണ്ട് പറയുകയാണ്, ഇവനെ തൊട്ടാൽ പോലും ചോദിക്കാൻ ഇവിടെ ആരുമില്ല, ഇതാണ് കാരണം അവൻ പറയുകയാണ് കാപ്രിക്കോ. പിന്നെ അവന്റെ മനസ്സിൽ പറയുകയാണ്, ഇവൻ ലാൻസിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, ഇവനെ ഇവിടെ ഉണ്ടോ ആലോചിക്കുകയാണ്. ഇതാ സാർ പറഞ്ഞ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കാപ്രിക്കോയ്ക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് ആങ്കർ. അപ്പോൾ മാച്ചിലൂടെ വന്നിട്ട് പറയുകയാണ്, ഇതിന് മുകളിൽ നീ ഓവർ ആവുകയാണെങ്കിൽ കൺഫേം ആയിട്ടും ഞാൻ നിന്നെ ഇടിച്ചിരിക്കും, അതിലൊരു ദയാദാക്ഷിണ്യം കാണിക്കണമെന്ന് പറയാണ് മാച്ചിൽ അവനോട്. കാപ്രിക്കോ നേരത്തെ ആങ്കർ കൊടുത്ത ഒരു വെള്ളം മാച്ചിലെ മുഖത്ത് എറിയുകയാണ്. പക്ഷെ മാച്ചിലാണെങ്കിൽ അവന്റെ കപ്പ് കൊണ്ട് ആ വെള്ളം മൊത്തം കാറ്റ് കുറച്ച് പ്രോട്ടീൻ പൗഡർ കലക്കിയിട്ട് അവന്റെ പ്രീ വർക്കൗട്ട് റെഡിയാക്കിയാണ് അവിടെ. അപ്പോൾ മാച്ചിൽ കാപ്രിക്കോ എടുത്ത് ചോദിക്കുകയാണ്, നീ എന്തോ സ്ട്രെങ്തിനായിട്ടെന്ന് പറഞ്ഞല്ലോ, എന്നെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല, വാ നമുക്ക് നോക്കാം നമ്മളാണ് പവർഫുൾ എന്ന് ചോദിക്കുകയാണ് മാച്ചിൽ കാപ്രിക്കോനോട്. ഞാൻ വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മൂത്തറമോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ആങ്കർ അടുത്ത മത്സരം കൺഫേം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ അരയിലോട്ട് 3 കളറിലുള്ള 3 ആംഗിൾസ് വരുത്തുകയാണ്. അതിനൊത്ത് തന്നെ 3 ടീമിലോട്ട് ആക്കിയിട്ട് 3 ടീമിൽ 3 പ്ലേയേഴ്സ് എന്ന വിധത്തിൽ ഒരു ടീമിൽ 3 വരുന്നൊരു വിധത്തിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം 3 ടീമിൽ 3 കളറുള്ള ഹൗസ് കോട്ട് കൊടുക്കുകയാണ്. അടുത്ത എക്സാം ഒരു ടീം വർക്കാണ് എന്നും പറഞ്ഞിട്ട് അടുത്ത എക്സാം എല്ലാവർക്കും അവിടെ എക്സ്പ്ലെയിൻ കൊടുക്കുന്നുണ്ട് ആ ഒരു ആങ്കർ. ഒരു ടീമിൽ 3 പ്ലേയേഴ്സ് കാണുമല്ലോ, അപ്പോൾ 3 പ്ലേയേഴ്സിന് 3 ക്രിസ്റ്റൽസ് കൈ കാണും. ആ 3 ക്രിസ്റ്റൽസും വേറൊരു ടീമിലത്തെ ഒപ്പോണൻസ് വന്നിട്ട് ആ ക്രിസ്റ്റൽ പൊട്ടിയാൻ നോക്കണം. ആ ക്രിസ്റ്റൽ പൊട്ടുകയാണെങ്കിൽ ആ ഒരു പ്ലെയർ ക്വാളിഫൈ ആവുന്നതായിരിക്കും. ഓവർ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ മാച്ചിലൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിനെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്ന, ലാൻസ് വേറെ ടീമിലാണ്. അതിനെല്ലാവരും അടുത്ത മത്സരത്തിന് വേണ്ടി റെഡി ആയി നിൽക്കുമ്പോഴാണ് ആകാശത്ത് നിന്നും എല്ലാവർക്കും അവരവരുടെ ക്രിസ്റ്റൽസ് കൈ കൊടുക്കുന്നത്. ഈ ഒരു ക്രിസ്റ്റലാണ് എൻ്റെ ഈ ഒരു എക്സാമിന് വിധി തീരുമാനിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലിനെ എൻ്റെ ജീവനെ പോലെ സൂക്ഷിക്കണം. ഇൻ കേസ് ഈ ക്രിസ്റ്റൽ പൊട്ടി പോവുകയാണെങ്കിൽ പോലും എൻ്റെ ടീമേറ്റ്സിനെ വേറെ ക്രിസ്റ്റൽസ് ഇല്ലേ, അതെങ്കിലും സുരക്ഷിക്കാന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് അവരുടെ ക്രിസ്റ്റൽസ് പൊട്ടിക്കുന്നത്. മാച്ചിൽ അവന്റെ കയ്യിൽ നിന്ന് ക്രിസ്റ്റൽ വഴുതി പോയി സ്ലിപ്പ് ചെയ്താണ് പൊട്ടിയെന്ന് പറയാണ്. അതുപോലെ തന്നെ ബാരറ്റും പറയാൻ കയ്യിൽ നിന്ന് വഴുതിയാണ് പോയി പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഫിന്നെ പേടിക്കുകയാണ്. അപ്പോൾ ബാരറ്റും മാച്ചിലും പറയുകയാണ്, നീ പേടിക്കണം, അതിന്റെ ക്രിസ്റ്റൽസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുകയാണ്. അപ്പോൾ ഫിന്നെ ആശ്വസിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മാച്ചിലും ബാരറ്റും ഡിസ്ക്വാളിഫൈ ആയിട്ടില്ല, പക്ഷേ ഫിന്നിന്റെ ആ ഒരു ക്രിസ്റ്റലിനോട് പൊട്ടുകയാണെങ്കിൽ ഇവരുടെ ടീം മൊത്തത്തിൽ ഇവർ 3 ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. ഈ ഒരു റൗണ്ടിന്റെ ഭാഗമായിട്ട് എല്ലാവരും ടെലിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തിലോട്ട്. അങ്ങനെ ആ ഒരു ടീമിലുള്ള എല്ലാവരും ഓരോ സ്ഥലത്തിൽ വിധം എല്ലാവരും ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റുകയാണ്. പക്ഷേ ഫിന്ന് പേടിക്കുകയാണ്, ടീം വർക്ക് അല്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഒറ്റയ്ക്ക് ആക്കിയെന്ന് പറഞ്ഞിട്ട് ഫിന്നോട് അലറി കരയുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 4 എൻഡ് ആവുകയാണ്. ഫിന്ന് ഒറ്റയ്ക്കാണ്. ഫിന്നിന് ആകെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ മാച്ചിലും ബാരറ്റും അവൻ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും വേറെ ഒരു സ്ഥലത്ത് ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. ഓൾറെഡി മാച്ചിലും ബാരറ്റും അവരവരെ ക്രിസ്റ്റൽസ് പൊട്ടിച്ചു. അതുകൊണ്ട് തന്നെ ഇനി മാച്ചിലും ബാരറ്റും ചെയ്യാനുള്ള ആകെയുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വേറെ
പ്ലേയേഴ്സിന്റെ ക്രിസ്റ്റൽസ് പൊട്ടിക്കുക. വീക്കായിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് ഇപ്പൊ ക്രിസ്റ്റൽ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഫിന്നിന് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. അതിന് മുമ്പ് മാഷിലും ബാരറ്റും അവന്റെ അടുത്ത് എത്തണം. വേറെ പ്ലേയേഴ്സ് ഫിന്നിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എത്തിയാലേ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള മാഷിൽ മാജിക് ആൻഡ് മസിൽസിന്റെ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാഷിൽ മാജിക് ആൻഡ് മസിൽസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരേ ഒരു ചാനൽ അതിന്റെ ഒരു ചാനലാണ്, അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് യുവർ ആലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.